കിഴക്കൻ യൂറോപ്പിലെ പഴയ യഹൂദ ഗ്രാമങ്ങളിലെ രാത്രികൾ എണ്ണവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ മതിലുകളിൽ നിഴലുകൾ നീണ്ടുമറയുന്ന ഭീകരമായ നിമിഷങ്ങളിൽ ഒരു വിശ്വാസം കഥകളിലൂടെ സഞ്ചരിച്ചിരുന്നു. മനുഷ്യർ അത് ഭയത്തോടെ മന്ത്രിച്ചു. അതിനവർ ഡിബ്ബുക്ക് എന്ന് പേരിട്ടു. ഡിബ്ബുക്ക് ഒരു പിശാചായിരുന്നില്ല, ഒരു സാധാരണ ഭൂതവുമല്ല. അത് ഈ ലോകം വിട്ടുപോകാൻ കഴിയാത്ത അശാന്തമായ ഒരു ആത്മാവായിരുന്നു. പൂർത്തിയാക്കാത്ത കാര്യങ്ങളോ ഭീകരമായ പാപങ്ങളോ മരണത്തിനുപോലും തകർക്കാനാവാത്ത ആഗ്രഹങ്ങളോ ഒരു ചങ്ങല പോലെ ആ ആത്മാവിനെ ഈ ലോകത്ത് തളച്ചിട്ടു. അത്തരമൊരാത്മാവ് മനുഷ്യരുടെ ഇടയിൽ അലഞ്ഞുതിരിയും. ദുർബലമായ ഒരു ശരീരവും മനസ്സും കണ്ടെത്തുമ്പോൾ അതതിലേക്ക് കടന്നുകയറും. പീഡിതന്റെ ശബ്ദം മാറും, കണ്ണുകളിലെ തിളക്കം അന്യമാകും. അവർക്ക് ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ചിലപ്പോൾ അപരിചിതമായ ഭാഷകളിൽ, ചിലപ്പോൾ ഭീകരമായ ചിരിയിൽ, ചിലപ്പോൾ അലറിക്കരച്ചിലിൽ. യഹൂദ വിശ്വാസത്തിൽ ഡിബ്ബുക്ക് പൂർണ്ണമായും ദുഷ്ടമല്ല, എന്നാൽ അത് നിഷ്കളങ്കവുമല്ല. അതൊരു ദുരന്തമാണ്, ഭയമായി പരിണമിച്ച ഒരു ദൗർഭാഗ്യം. അത്തരം സന്ദർഭങ്ങളിൽ റബ്ബിമാരെ വിളിച്ചുവരുത്തി ആത്മാവിനെ പുറത്താക്കാൻ പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തും. പരിശുദ്ധ വചനങ്ങൾ ഉച്ചരിച്ച് ആത്മാവിനെ അതിന്റെ യഥാർത്ഥ ലോകത്തിലേക്ക് തിരികെ അയക്കാൻ ശ്രമിക്കും. പക്ഷെ മനുഷ്യരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് മറ്റൊന്നായിരുന്നു. ഡിബ്ബുക്ക് പുറത്തുപോകാൻ തയ്യാറാകുന്നത് അതിന്റെ വരവിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തുമ്പോഴാണ്. ആ കാരണങ്ങൾ മിക്കപ്പോഴും വഞ്ചനയുടെയോ കൊലപാതകത്തിന്റെയോ വിലക്കപ്പെട്ട പ്രണയത്തിന്റെയോ ഭീകരമായ കഥകളായിരുന്നു. ഏറ്റവും പ്രചാരമുള്ള കഥ ഇതാണ്. ഒരു യുവതി വിവാഹവേദിയിൽ നിൽക്കുമ്പോൾ പ്രതിജ്ഞ ചൊല്ലുന്നതിന് തൊട്ടുമുമ്പ് അവളുടെ ശബ്ദം മാറി, മുഖം വികൃതമായി. അവളുടെ അധരങ്ങളിൽ നിന്ന് ഒരു പുരുഷന്റെ ശബ്ദം പുറപ്പെട്ടു. അത് അവളുടെ മരിച്ചുപോയ കാമുകന്റെ ആത്മാവായിരുന്നു. അവൻ വന്നത് അവളെ അനുഗ്രഹിക്കാനായിരുന്നില്ല, മറിച്ച് അവളുടെ ആത്മാവിനെ സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു. റബ്ബിമാർ ആ ആത്മാവിനെ പുറത്താക്കാൻ ശക്തമായി പോരാടി. പ്രാർത്ഥനകളും ശാപങ്ങളും തമ്മിലുള്ള ഒരു ഭീകരമായ യുദ്ധം. ഒടുവിൽ ഒരു നിലവിളിയോടെ ഡിബ്ബുക്ക് ആ ശരീരം വിട്ടുപോയി. എന്നാൽ ചിലർ പറയുന്നു, ആ യുവതിക്ക് പിന്നീടൊരിക്കലും പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ലെന്ന്. ഇന്നും ഇസ്രയേലിലെയും യഹൂദ സമൂഹങ്ങളിലെയും ആളുകൾ ഡിബ്ബുക്കിന്റെ കഥകൾ മന്ത്രിക്കുന്നു.